السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, ഇബാദത്തും ഇതാഅത്തും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയാവതരണം നടത്തേണ്ടി വന്ന സാഹചര്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ്. പൊതുവെ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയഗതികൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ സമ്പൂർണമായ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത തികച്ചും അപൂർണമായ ദീനിന്റെ ഉടമകളായ ആളുകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും രംഗപ്രവേശനം ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം വ്യക്തമായി നിർവഹിച്ചുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്ഷേപങ്ങളെയോ അധിക്ഷേപങ്ങളെയോ വകവെക്കാതെ വിശുദ്ധ ഇസ്ലാമിന്റെ നേരായ രൂപത്തിലുള്ള വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സമൂഹ മധ്യത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ വാദഗതികൾ അനിസ്ലാമികമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുമ്പോൾ സാധാരണയായി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ
ഇതര പണ്ഡിതന്മാർ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് മുജാഹിദ് വിമർശനങ്ങൾക്ക് വ്യക്തമായ മറുപടി ഞങ്ങളിതാ നൽകുന്നു എന്ന പേരിൽ പുസ്തകങ്ങളും സീഡികളുമായി രംഗത്ത് വരിക എന്നത്. ഇത് ഒരു തവണയല്ല, മുമ്പും ഇതുപോലെ ആരോപണങ്ങൾ, വിമർശനങ്ങൾ, വസ്തുതകൾ എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് സീഡികൾ വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ വിശദീകരണത്തിൽ നിന്ന് തന്നെ അതിന്റെ പൊള്ളത്തരം മനസ്സിലാകും എന്നതുകൊണ്ട് തന്നെ നാം മൗനമവലംബിക്കുകയായിരുന്നു പലപ്പോഴും. അതുപോലെ തന്നെ മുഖാമുഖം എന്ന പേരിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഒക്കെ പുസ്തകങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. അതിലൊക്കെ തികച്ചും വിദണ്ഡമായ വാദഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ ഞങ്ങൾക്കെതിരെ പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി എന്ന നിലക്കൊക്കെ വിശദീകരിക്കുമ്പോഴും മുജാഹിദ് പ്രസ്ഥാനം അതിന് വില കൽപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വില കൽപ്പിക്കാനും മാത്രം ഉണ്ടായിരുന്നില്ല, അതിന് മറുപടി അർഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവജ്ഞയോടെ തള്ളുകയായിരുന്നു. പക്ഷേ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി അർഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ മാറ്റിവെച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും അനുയായികളും ചിന്തിച്ചത് മുജാഹിദുകൾക്ക് മറുപടിയില്ലാത്തത് കൊണ്ടാണ് മുജാഹിദുകൾ പറയാതിരുന്നത്.